ഇവരെ ഈ വിട്ട ഇൻസ്റ്റാഗ്രാമിൽ കണ്ടത് ഒരു മൂപ്പൻ ചോദിച്ചതാ, ഞാൻ വായിക്കാം. ഒരു മുജീബ് റഹ്മാനായിട്ടാണ് ചോദിക്കണത്. ഉസ്താദെ, അടുത്ത ക്ലാസ്സിൽ സക്കാത്തിനെ കുറിച്ച് പറയണം. 4 ചോദ്യമാണ്. ഒന്ന്, മാസ ശമ്പളം, എൻ്റെ സക്കാത്ത് എങ്ങനെയാണ്? പിന്നെ വാഹനം, കാറും ഒക്കെ ഉണ്ടല്ലേ നമുക്ക്, എൻ്റെ സക്കാത്ത്. പിന്നെ സ്വർണം, എൻ്റെ സക്കാത്ത്. പിന്നെ ശമ്പളം ഉണ്ട്, പക്ഷേ താമസം വാടകക്ക് അല്ല, തറവാട് വീട്ടിലാണ്. വാടക വീട്ടിക്കൊന്നും ആയിട്ടില്ല, തറവാട്ട് വീട്ടിലാണ്. മൂപ്പർക്ക് വേണ്ട ഒരു തറവാട്ടിക്ക് അല്ല വാടക വീട്ടിക്ക് പോകണം, വേണ്ടേ, ആയിട്ടില്ല. ശമ്പളം ഉണ്ട്, പക്ഷെ താമസമൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതിന്റെയൊക്കെ വിധിയാണ് ചോദിക്കണേ. അപ്പൊ അതിന്റെ മറുപടി എന്താന്ന് വെച്ചാല്, ശമ്പളം അങ്ങനെയൊന്നും ഇല്ല നമുക്ക്. പൈസ കൊല്ലത്തോട് കൊല്ലം തേഞ്ഞ പൈസ ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ശമ്പളത്തിന് സക്കാത്തില്ല. ശമ്പളം കിട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല, വാടക കിട്ടിയിട്ടാണെങ്കിലും വേണ്ടില്ല, ഞാരെങ്കിലും വെറുതെ തന്നിട്ടാണെങ്കിലും വേണ്ടില്ല. നമ്മളിത് പൈസ ഇങ്ങനെ കിട്ടിയത് കൊല്ലത്തോട് കൊല്ലം അവിടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ, സ്റ്റോക്ക് പറഞ്ഞാൽ കടം കൊടുത്ത് നമുക്ക് കിട്ടാണ്ടെങ്കിലും മതി. കൊല്ലത്തോട് കൊല്ലം ഈ നിസാബിന്റെ പൈസ, നിസാബ് പറഞ്ഞാല് വെള്ളിയുടെയോ വെള്ളിന്റെയും സ്വർണത്തിന്റെയും നിസാബ പറഞ്ഞിട്ടുള്ളത്. സ്വർണം 85 ഗ്രാം, വെള്ളി 595 ഗ്രാം. അതിലിപ്പോ വെള്ളിൻ്റെതാണ് പേ ആകുക. വെള്ളി 595 ഗ്രാം വെള്ളി എന്ന് വെച്ചാൽ 600 ഗ്രാം വെള്ളിക്ക് ഏകദേശം എത്ര റുപ്യാണ് പേ? അപ്പോൾ ഓർമ്മ 1 ലക്ഷം റുപ്യ, ഏകദേശം 1 ലക്ഷം റുപ്യാണ് വെള്ളിക്ക് പറയണത്. പൊന്നിന് 85 ഗ്രാമിന് 10 പവനാണേ, 10 ലക്ഷമോ അതിനൊക്കെ മേലെ വരും. അപ്പോൾ വെള്ളി കൊണ്ടാണ് പേ ആകുക. അപ്പോൾ 1 ലക്ഷം റുപ്യാണ് അപ്പോൾ കയ്യപ്പോജി പറയണത്, ഏകദേശം 1 ലക്ഷം റുപ്യ ഉണ്ടാവും. അപ്പൊ അത്രയും പൈസ ശമ്പളം കിട്ടിയതോ അല്ലാത്തതോ ഒക്കെ ആയിട്ട് നമ്മളെത്തോടെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ കൊല്ലം തേഞ്ഞാൽ, ഏത് കൊല്ലം? അറബി കൊല്ലം, ഇംഗ്ലീഷ് കൊല്ലല്ല. അത് തേഞ്ഞാൽ അന്ന് കാത്തു കൊടുക്കണം. റമദാൻ ഒന്നും കാത്തുക്കാൻ പറ്റില്ല. അതിന് എത്ര കൊടുക്കണം? 2.5% കൊടുക്കണം. അല്ല ശമ്പളത്തിന് ഇങ്ങനെ ഇത്ര ശമ്പളം അങ്ങനെ സക്കാത്തില്ല. പിന്നെ ഇയാൾ ചോദിക്കണം വാഹനത്തിന്റെ സക്കാത്താണ്. വാഹനത്തിനൊന്നും സക്കാത്തില്ല. അല്ലെ കാറുകൾ ഒരു 3-4 ഒക്കെ ഉണ്ട്. കച്ചവടക്കാരാണേ ഉണ്ടോ? കച്ചവടക്കാരനാണ്, വണ്ടി കച്ചവടമാണ് മൂപ്പർക്ക്. അപ്പൊ ആ കാറിന്റെ ഒക്കെ നല്ല വില കിട്ടിയാൽ അവൻ കിട്ടുമ്പോൾ ഇങ്ങനെ കൊടുക്കും. അതിന് വേണ്ടി വാങ്ങിയ കാറാണ്. അയാളെ കാറിന് ഏതുണ്ട് സക്കാത്ത്? കച്ചവടത്തിന്റെ സക്കാത്ത് 2.5% അതിനുണ്ട്. വില കെട്ടിയിട്ട് കിട്ടുന്ന റേറ്റിന്റെ കൊല്ലം ചെയ്യുമ്പോൾ കിട്ടുന്ന കാറൊക്കെ പാടൊന്ന് കൂട്ടി. കച്ചവടക്കാർ ഇപ്പോൾ ഒരു 10 ഉണ്ടാളെത്തിച്ചെങ്കിൽ അതിനൊക്കെ പാടെ പോയി എത്ര റുപ്യ കിട്ടുകയെന്നെങ്കിൽ അതിന്റെ 2% കൊടുക്കേണ്ടത്. പിന്നെ സ്വർണം എന്ന് പറയണമെങ്കിൽ ശുദ്ധ ഹലാലായ ആഭരണത്തിന് സക്കാത്തില്ല. അത് ഹറാമാവുമ്പോഴേ എന്തുള്ളൂ സക്കാത്തുള്ളൂ. ഹറാം എപ്പോഴും അത് ധൂർത്താവുമ്പോൾ. ധൂർത്ത് പറയണമെങ്കിൽ ഉദാഹരണം പറഞ്ഞത് 200 മിസ്കാലുകൊണ്ടൊക്കെ ഏതുണ്ടാക്കുക? തണ്ടുണ്ടാക്കുക കാലുമൊക്കെ. 200 മിസ്കാൽ പറഞ്ഞാൽ 20 മിസ്കാലാണെങ്കിൽ 10 പവന്. അപ്പൊ 200 മിസ്കാൽ പറഞ്ഞാൽ 105 പവനൊക്കെ ഉണ്ടാവില്ലേ? 105 പവൻ എന്ന് പറഞ്ഞാൽ 1 കിലോന്റെ അടുത്തായില്ലേ? 1 കിലോ പൊന്നോണ്ടൊക്കെ പാടെ തണ്ടുണ്ടാക്കുക പറഞ്ഞാൽ ഭയങ്കര ധൂർത്തല്ലേ, ഭംഗിയല്ലല്ലോ. ആ ജാതിയൊക്കെ ആരും ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ 100 പവനം കൊണ്ട് അരിക്കും കൗത്തുക്കും തലിക്കും ഒക്കെ പാടെ 500 പവനം കൊണ്ടാണെങ്കിൽ പോലും അതിനൊന്നും സക്കാത്ത് കൊടുക്കേണ്ടതാണ് ഷാഫി മദ്ഹബ്. കെട്ടണമെന്നൊന്നുമില്ല. അത് കുട്ടിക്ക് ഉണ്ടാക്കിയതാണ് 500 പവനം. കുട്ടി കെട്ടിയിട്ടൊന്നുമില്ല. കുട്ടി ഇങ്ങനെ മുക്കൊക്കെ ഇട്ടാൻ നടക്കണേ, അല്ലെങ്കിൽ മറ്റേ പ്ലാസ്റ്റിക്കിന്റെ വളക്കെട്ടാൻ നടക്കണേ. ഇതോടെ ഉണ്ടാക്കിയ ചെയ്തുകൾ ഇത് സൂക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണോ? അല്ല, ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പക്ഷെ ഉപയോഗിക്കണില്ല, ലോക്കറിൽ കൊണ്ടുപോയി വെച്ചേക്കുക. എന്നാലും എന്താക്കണ്ടില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഈ ആഭരണമൊക്കെ കേടുന്ന അവിടെ കിടക്കുന്നുണ്ട്. അതിനി ഉരുക്കാതെ നന്നാക്കാൻ പറ്റൂല, ആ കണ്ടീഷൻ അയക്കണ്. എന്നാൽ ഈ പറഞ്ഞ 10 പവന് 85 ഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കേട് നടക്കണേ. കേടൊന്നും വരാതെ ഇങ്ങനെ കെട്ടണമല്ലോ, അവിടെ ഇങ്ങനെ പാത്തിച്ചേക്കുക. അതിനൊന്നും കൊടുക്കണ്ട. ഇപ്പൊ 1 കിലോ കൊണ്ട് തണ്ടൊക്കെ ഉണ്ടാക്കും, മാത്രം കൊടുത്താൽ മതി. പിന്നെ ആണുങ്ങൾക്ക് ആഭരണം ഉണ്ടാക്കൽ ആറാമാണ്. ആണുങ്ങൾക്ക് വെച്ചിട്ട് ആഭരണം ഉണ്ടാക്കണേ ആറാമാണ്. അപ്പൊ 10 പവനൊക്കെ ആണുങ്ങൾക്ക് ഉണ്ടാക്കിയെങ്കിൽ ആണുങ്ങളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കിയാലും അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഞാൻ എല്ലാ കൊല്ലം പറയുന്നുണ്ട്, പുതിയ ആപ്പിൾ ഇറങ്ങുമ്പോഴൊക്കെ ആങ്ങളൊക്കെ ഒരു മോതിരമൊക്കെ ഇട്ട് കൊടുക്കൂലേ? കോയമ്പനട്ടിനോ? എനിക്കൊന്നും ഏതായാലും കിട്ടിയില്ല, അത് ധൈര്യമായിട്ട് പറയാം. കിട്ടുന്നൊക്കെ പ്രതീക്ഷയില്ല, കിട്ടിയിട്ടില്ല. ചിലർക്ക് അമ്മായിമാരും കൊടുക്കലുണ്ടെന്നൊക്കെ. നമ്മളൊക്കെ പെണ്ണിട്ടിയെന്ന ആ കാലഘട്ടമാണ്. നമുക്ക് ഏതും കിട്ടിയിട്ടില്ല. അതിന് സക്കാത്ത് കൊടുക്കേണ്ടി വരും. ആ മോതിരം കിട്ടിയാലൊക്കെ സക്കാത്ത് കൊടുക്കണം. ഏതുണ്ടെങ്കിൽ 10 പവൻ. വാടക വീട് അതൊന്നും ഇവിടെ ബാധകമല്ല. ഈ സക്കാത്തിന്റെ മുതൽ നമ്മളെ കയ്യിലുണ്ട്. നമുക്ക് ഏത് കടപ്പുറത്തുണ്ടെങ്കിലും നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടി വരും. ഈ പറഞ്ഞ 10 പവൻ ഒരാളത്ത് സ്വർണത്തിന്റെ കട്ടിയോടെ ഉണ്ട്, എനിക്ക് പറഞ്ഞ പൈസ ഉണ്ട്, 1 ലക്ഷം റുപ്യ ഉണ്ട്, കടം കൊടുക്കാൻ വേറെയുണ്ട്. അത് കൊടുത്തിട്ടൊന്നുമില്ല. ഈ പൈസ ഇവിടെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്യാൻ സക്കാത്ത് കൊടുക്കേണ്ടി വരും. കടക്കാരനാന്നുള്ളത് സക്കാത്തൊന്നും ഒഴിവാകാൻ ന്യായമല്ല. ആ മുതൽ ശുദ്ധിയാണെങ്കിൽ അത് സക്കാത്താണ് കൊടുക്കണം. ഈ കടക്കാർക്ക് കടം വീട്ടിക്കോട്ടെ. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ PF ഫണ്ട് മാസം ഇങ്ങനെ പോകുന്നാണ് പറയുന്നത്. അതിനെപ്പറ്റി ഞാൻ വലിയൊരു മുഫ്തി ഇവിടെ കേരളത്തിൽ ഫത്വ കൊടുത്ത് കണ്ടെന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ. ഒരു പൈസ നമ്മളെടുത്ത് വന്നിട്ട് എത്ര കൊല്ലണം? 1 കൊല്ലം.
അപ്പോൾ നമ്മൾ മിൽക്കിൽ വന്നിട്ടൊരു കൊല്ലം തേണം എന്നുള്ളത് അത് അവിടെ ശരിയായിട്ടില്ല എന്നാണ് വലിയൊരു മുഫ്തി പറഞ്ഞത്, ഒരു ഉസ്താദ് പറഞ്ഞത്. കാരണം നമ്മളെ കയ്യിൽ വന്നിട്ടില്ല ആ പൈസ, നമ്മൾ മിൽക്കത് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിന് സക്കാത്ത് കൊടുക്കേണ്ടെന്നാണ് ഒരു മഹാനായ മുഫ്തി പറഞ്ഞത്. വേറെ ചിലവർ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ആണ്ട് കബളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഒരു ആധുനികമായ മോഡലാണ്. അതിനൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞവരുണ്ട്. കിട്ടാനുള്ള മുതലിനെ ഇത് കൊടുക്കണം. അത് ഇപ്പോൾ ഞാനിപ്പോൾ കോയാമൂനോട് 1,00,000 കടം വാങ്ങി, ഞാനവിടെ വെച്ചു, എത്തും കാട്ടാതെ അവിടെ അങ്ങനെ വെച്ചു. എന്തോ ആവശ്യത്തിന് വാങ്ങി, എത്തും കാട്ടില്ല, അവിടെ അങ്ങനെ വെച്ചു, സ്റ്റോക്ക് ചെയ്തൊരു കൊല്ലായി. അപ്പോൾ അതിന് സക്കാത്ത് ഞാനും കൊടുക്കണം, കോയാമും കൊടുക്കണം. കോയാമ എന്താ, കോയാമിന് 1,00,000 കിട്ടാണ്ടല്ലോ, 1,00,000 രണ്ടോ സക്കാത്ത്. കടം വാങ്ങി 1,00,000 ഞാൻ വാങ്ങിയില്ലേ കോയാമിനോട്, ആ 1,00,000 എൻ്റെ തന്നെയല്ലേ, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്തൂടെ? ഞാൻ ചെയ്തില്ല, ഞാനങ്ങനെ പാത്തിച്ചു, ചെലവഴിച്ചിട്ടേ വേണ്ട. ഈ കച്ചവടക്കാർക്കൊക്കെ പ്രശ്നം വരും. കച്ചവടക്കാർ ഞാൻ പറയട്ടെ, പീടിയേക്ക് സാധനം ഇങ്ങനെ അവിടെ നടക്കും. നമ്മൾ കൊല്ലം തരുമ്പോൾ നമ്മൾ പീടിയേക്കുള്ള സാധനത്തിന്റെ സ്റ്റോക്ക് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ 2% നമ്മൾ കൊടുക്കണം. ഇവിടെ കമ്പനിക്കാർ ഇറക്കി തന്ന ഓർക്ക് കിട്ടാനുള്ളത് എന്നുള്ളൊരു വകുപ്പിൽ ഓല് ഇതിന് എന്താക്കേണ്ടി വരും? മുതലിന് 2 കൂട്ടക്കാർ സക്കാത്ത് കൊടുക്കണ പല വകുപ്പുണ്ട്. കൊല്ലത്തോട് കൊല്ലം അതിന് യാതൊരു പോറൽ ഏൽക്കാതുണ്ടെങ്കിൽ എന്തൊക്കെ ഉണ്ടുള്ളൂ സക്കാത്ത് കൊടുക്കണം. കടം വാങ്ങണമല്ലോ മിക്കവാറും എന്തെങ്കിലും ആവശ്യത്തിനേക്കാൾ വാങ്ങിയിട്ടുണ്ടാകുക, അങ്ങനെ പോവും. ഇനി ഒരുത്തം വാങ്ങി എന്തോ ചെയ്യണം കരുതി, എന്നെ കച്ചവടം തുടങ്ങണമെന്ന് കരുതി കടം വാങ്ങിയ ഓരോ തുടങ്ങിയില്ല, പൈസ ഇങ്ങനെ വെച്ചോടെ കൊല്ലായ എന്താക്കണം, അതൊക്കെ തുടങ്ങണം. അതിലേറെ വിഷയം പിന്നെ ഈ കച്ചവടക്കാർക്കാണ്. ഈ ചോദ്യത്തിലുള്ളൊരു സംഗതി എനിക്ക് പേരായിട്ടല്ല കൂടി അതൊന്നും പറഞ്ഞിട്ട് വരില്ല. വരല്ല കുടിയില്ല, അല്ലെങ്കിൽ ഇത്ര രൂപ കടമുണ്ട്. അത് ഒരാൾക്ക് 10,00,000 റുപ്യ ഉണ്ട്, ഇവിടെ 20,00,000 റുപ്യ കടമുണ്ട് കൊടുക്കാൻ. എന്നാലും ഈ 10,00,000 ഏത് കൊടുക്കണം സക്കാത്ത്? കൊല്ലം തേഞ്ഞെങ്കിൽ ഇല്ലെങ്കിൽ അയാൾ വേഗം കടം വീട്ടിക്കോട്ടെ, ഇങ്ങനെ കയ്യിൽ പാത്ത് വെച്ചുകൊണ്ട് കണ്ടല്ലോ. അജ്ജനൊക്കെ പോണ സമയത്ത് ഒരാളിപ്പോൾ നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്, അയാൾക്ക് കായ് മണ്ടത്തരല്ല കമ്മിയാണെങ്കിൽ നമുക്ക് സക്കാത്ത് അയാൾക്ക് കൊടുക്കാം. അജ്ജനോടെ പൈസ അരച്ചൊരു പൈസ ഒന്നുമില്ല, ആ പൈസ ഒരു കൊല്ലം ഞങ്ങൾ എന്തിനു കരുതി വെച്ചാലും പാടില്ല. കുട്ടിനെ കെട്ടിച്ചാൻ വേണ്ടി വെച്ചതാണ്, പൊന്ന് വാങ്ങാൻ വേണ്ടി പാത്തിച്ചാൽ കൊല്ലായോ സക്കാത്ത് കൊടുക്കണം. അതുമ്പോൾ ഒരു തിരക്കടിയും പറ്റൂല. പറമ്പിനൊന്നും സക്കാത്തില്ല, പറമ്പച്ചോടത്തിന് സക്കാത്തുള്ളൂ. പറമ്പിന് സക്കാത്തില്ല, പറമ്പച്ചോടത്തിന് സക്കാത്ത്. ഒരാളെ പേരിൽ 10 ഏക്കറുണ്ട്, അവിടെ ഉള്ളത് തന്നെയാണ്, അവിടെ പേരിലുള്ളതാണ്, വിൽക്കാനുള്ളതും വാങ്ങാനുള്ളതൊന്നും അല്ല. അതിനൊന്നും സക്കാത്ത് കൊടുക്കണ്ട. തേങ്ങയ്ക്ക് സക്കാത്തില്ല, അടക്കക്കില്ല, റബ്ബറിനില്ല. 8 ഐറ്റം മുതലിന് മാത്രമേ സക്കാത്തുള്ളൂ. കൊടുക്കി 8 ഐറ്റം മുതൽ: സ്വർണം, വെള്ളി, ഈത്തപ്പഴം, മുന്തിരി, ധാന്യം, ആട്, മാട്, ഒട്ടകം. 8 പിന്നെ കച്ചവടം, എന്ത് കച്ചവടം ഇതൊക്കെ? ആട്, മാട്, ഒട്ടകം. ഇതൊക്കെ പറഞ്ഞ നബിനോട് കൈതൊക്കെ ഉണ്ടോ വെച്ചാൽ കൈതൊക്കെ ഇല്ല, കുതിരക്കും ഇല്ല. കുതിര ഇതൊക്കെ മേലെയാണ്, ഇതിന്റെ ഒക്കെ മേലാണ് കുതിര. കുതിരക്ക് സക്കാത്തുണ്ടോ? കുതിരക്ക് സക്കാത്തില്ല. സക്കാത്ത് അല്ലാത്ത ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നിശ്ചയിച്ചതാണ്. ആടിനെയും മാടിനൊക്കെ ശുദ്ധീകരിച്ചാൽ മതി, കുതിരനെ അങ്ങനെ ശുദ്ധീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിയാൽ മതി. സ്വർണ്ണം, വെള്ളി. പിന്നെ ഈ സ്വർണ്ണം വെള്ളിയിലാണ് ഈ നോട്ട് പെടുക എന്നുള്ളതാണ് ഉസ്താദ്മാരൊക്കെ പറയണത്.